പ്രിയ സഹോദരരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവെന്ന ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു. അതിനായി യേശു മഹാരാജാവ് ഈ എളിയ ദാസനെ അനുവദിച്ചിനോർത്ത് സ്വർഗീയ അപ്പൻ ആരാധന, യേശു സ്തോത്രം, ഹാലലുയ സ്തുതിക്കുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്ന സത്യം യാഥാർത്ഥ്യമാണോ ശരിയോ തെറ്റോ എന്ന് ശാസ്ത്രീയമായിട്ടും ആത്മീയമായിട്ടും ബിബ്ലിക്കലായിട്ടും ഹിസ്റ്റോറിക്കലായിട്ടും എല്ലാം നമ്മൾ കാണുകയാണ്, കേൾക്കുകയാണ്, പഠിക്കുകയാണ്. ഈ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കുന്നത് വാർത്തകളിൽ കൂടെ കൂടുതൽ ജനങ്ങളെ അറിയുകയും ചെയ്യുന്നുണ്ട്. ഈ കത്തോലിക്ക സഭയെ സംബന്ധിച്ചും വിശുദ്ധ ഗ്രന്ഥത്തെ സംബന്ധിച്ചുമൊക്കെയുള്ള ജ്ഞാനം ക്രിസ്ത്യാനികൾക്ക് മാത്രമായിട്ടുള്ളതാണ് എങ്കിൽ ശാസ്ത്രീയ അറിവുകളും അതായത് വാർത്തകളും മറ്റു കാര്യങ്ങളും പൊതുജനത്തിനോട് കൂടിയുള്ളതാണ്. അപ്പോൾ അവരും മനസ്സിലാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള പ്രശ്നം, ഇസ്രായേലിനെ നശിപ്പിക്കാൻ വേണ്ടി ഇസ്രായേൽ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നോക്കുന്നു, അതിനാണോ അണുബോംബുകൾ ഉണ്ടാക്കുന്നു. ഇങ്ങനെയുള്ള പശ്ചാത്തലങ്ങളെല്ലാം ലോകം കണ്ണുകൊണ്ട് കാണുകയും കാതുകൊണ്ട് കേൾക്കുകയും ചെയ്യുമ്പോൾ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ എല്ലാവിധ കോപ്പും കൂട്ടിക്കഴിഞ്ഞു എന്നും ഇനി തിരി കൊളുത്തിയാൽ മതി ബാക്കി പൊട്ടിക്കൊള്ളുമെന്നൊക്കെയല്ലേ ഒക്കെ ഉള്ള ഒരു ജ്ഞാനത്തിലേക്ക് ജനം എത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു മൂന്നാം ലോക മഹായുദ്ധം ആസന്നമാണെന്ന് ഇപ്പോൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുമില്ല. ഈ പശ്ചാത്തലത്തിൽ ലോകം യുദ്ധത്തിലേക്ക് പ്രവേശിക്കും. നാം അതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ലോകം അതിൻ്റെ വേദനകളിൽ കൂടെ കടന്നു പോകുമ്പോൾ എങ്ങും കൊലപാതകങ്ങൾ, എങ്ങും രോഗങ്ങൾ, എങ്ങും ആകൃതകൾ, ഉത്കണ്ഠകൾ, ഭക്ഷണവും മാർക്കറ്റുകളും ഇല്ലാത്ത അവസ്ഥകൾ, ലോകം ഒരു അന്ത്യത്തിലേക്ക് നീങ്ങുന്നു എന്ന് തോന്നുമാറ് ലോകത്തിൻ്റെ അവസ്ഥകൾ വലിയ വിപത്തുകളിലേക്ക് കടന്നു പോകുമ്പോൾ പ്രിയ സഹോദരരെ, നാം മനസ്സിലാക്കേണ്ടത് എന്തായാലും നമുക്കും ഉടൻ തന്നെ ഒരു മരണം ഉണ്ടാവും. നാമും ഒരു മരണത്തെ അഭിമുഖീകരിക്കേണ്ടി വരും. നാമും വലിയ ദുരന്തങ്ങളെ കൺമുമ്പിൽ കാണേണ്ടി വരും. ആ ദുരന്തത്തിൻ്റെ കുറേ ഭാഗങ്ങൾ എൻ്റെ ജീവനിലും ജീവിതത്തിലും ഭവനത്തിലും എൻ്റെ ഇടവയിലുമൊക്കെ വരുമെന്നൊരു ചിന്ത വ്യക്തമായിട്ട് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഓടി രക്ഷപ്പെടാം. ഓടി അങ്ങോട്ടേലും അഭയസങ്കേതത്തിലേക്ക് മാറാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറാം, അല്ലെങ്കിൽ മരണം തൊട്ടുമുമ്പിലുണ്ട്, അങ്ങനെയെങ്കിൽ എനിക്ക് നിത്യജീവൻ ലഭിക്കുമോ ഇല്ലയോ എന്നിങ്ങനെയുള്ള ചിന്തകളും ആകുലതകളും നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നാം ഭയപ്പെടാതെ, പതറാതെ, വിറയ്ക്കാതെ, വിയർക്കാതെ ധൈര്യപൂർവം ആ മരണമാണെങ്കിൽ മരണം ക്രിസ്തുവിന് വേണ്ടി ഒരു മരണം, അതല്ല മരണമല്ല ഇപ്പോഴും കർത്താവ് ജീവനിലേക്ക് നയിച്ച് നമ്മളെ സുരക്ഷിത സ്ഥാനത്താക്കി നമ്മളെ പരിപാലിക്കുന്നൊരവസ്ഥയാണെങ്കിൽ ആ പശ്ചാത്തലത്തിൽ ഞാൻ എന്ന വ്യക്തി എപ്രകാരം ഒരുക്കപ്പെട്ട വ്യക്തി ആയിരിക്കണം എന്നതിനെപ്പറ്റി വ്യക്തമായ ഒരു അവബോധ, ഒരു പ്രാവർത്തിക ചിന്തയും പഠനവും കാൽക്കുലേഷനും നമ്മിൽ ഉണ്ടാവണം, നിർബന്ധമായിട്ടും ഉണ്ടാവണം. ഇപ്പോൾ ഞാൻ ക്ലാസ് കേൾക്കുമ്പോൾ ഓർക്കും, എന്തിന് ഞാൻ അങ്ങനെ ഒരുങ്ങണം? നിങ്ങളുടെയൊക്കെ വാക്ക് കേട്ട് ഞാൻ എന്തിനു ഒരുങ്ങണം? എനിക്ക് എൻ്റെ ആവശ്യമില്ല. എനിക്ക് 2 നില വാർക്ക് വീടുണ്ട്, ബാങ്കിൽ 20 ലക്ഷം രൂപ ചുമ്മാ കിടപ്പുണ്ട്, മുറ്റത്ത് കാറ് കിടപ്പുണ്ട്, മക്കൾ അമേരിക്കയിലുണ്ട്, ഒരാൾ ഓസ്ട്രേലിയയിലുണ്ട്, 5 ലക്ഷം വെച്ച് മാസം വരുന്നുണ്ട്. എൻ്റെ പൊന്നും ചേട്ടാ, നിങ്ങളുടെ ഈ ക്ലാസ് കിട്ടുന്ന എനിക്ക് ഒരുങ്ങേണ്ട യാതൊരു ആവശ്യമില്ല. ഞാൻ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ക്ലാസ്സിനൊന്നും വിശ്വസിക്കുന്നുമില്ല. യേശു ക്രിസ്തു രണ്ടാമത്തെ ഒരു സംഭവമില്ല, ലോകം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്നൊക്കെ കഴിഞ്ഞ ആഴ്ചയും ആളുകൾ എന്നോട് പറഞ്ഞു. അപ്പോൾ ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാരും ഗവൺമെൻറ്റുകളും, ഇപ്പോൾ നിലവിലിരിക്കുന്ന ലോകത്തിലെ എല്ലാ ഗവൺമെൻറ്റുകളും, അമേരിക്കൻ ഗവൺമെൻറ്, ഇന്ത്യൻ ഗവൺമെൻറ്, ചൈനീസ് ഗവൺമെൻറ്, ലോകത്തിലെ ഓരോ ഗവൺമെൻറ്റുകളും വ്യക്തമായിട്ട് മനസ്സിലാക്കുന്ന സത്യം ആഗോള യുദ്ധം ഉടൻ ഉണ്ട് എന്നാണ്. അവരുടെ പട്ടാള സംവിധാനത്തെയും അവരുടെ ഭരണഘടനാ സംവിധാനത്തെയും അവരുടെ മിലിറ്ററി ശക്തികളെയും ഒക്കെ അവർ ശാക്തീകരിക്കുകയും അതിനെ ക്രമീകരിക്കുകയും അഭ്യാസം കൊണ്ടും പ്രവൃത്തി കൊണ്ടും മെച്ചപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആഗോള യുദ്ധം ഉടൻ ഉണ്ടെന്നൊരു ധാരണ പൊതുവെ വന്നിട്ടുണ്ട്. മറ്റ് രീതിയിൽ ചിന്തിക്കുമ്പോൾ വാർത്താ മാധ്യമങ്ങൾ എടുത്തു നോക്കുമ്പോൾ പന്തക്കുസ്തു വിഭാഗത്തിൽപ്പെട്ടവർ, പിന്നെ മറ്റ് ചില മതഗ്രന്ഥങ്ങളിലുള്ളവർ, മതത്തിനടിസ്ഥാനത്തിലുള്ളവരൊക്കെ ദൈവത്തിൻ്റെ വരവുണ്ട്, അല്ലെങ്കിൽ യേശുവിൻ്റെ രണ്ടാം വരവുണ്ട്, ലോകം അവസാനിക്കുമൊക്കെ ഉള്ളൊരു ക്ലാസ്സും ഒക്കെ ഇടുന്നതായിട്ട് ജനം അറിയുന്നുമുണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലം നമ്മൾ മുമ്പിൽ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെ ആയിരിക്കണം? ഞാനിപ്പോൾ മരിച്ചാലും ഞാനിപ്പോൾ ജീവിച്ചാലും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഞാൻ എപ്രകാരമായിരിക്കണം? എൻ്റെ വ്യക്തിത്വം എങ്ങനെ ആയിരിക്കണം? എൻ്റെ വിശുദ്ധിയുടെ അളവ് എപ്രകാരമായിരിക്കണം? നാം ഇപ്പോൾ തുടരുന്ന അവസ്ഥയിൽ തന്നെ മുന്നോട്ട് തുടർന്ന് പോകണമോ, അതോ അതിൽ നിന്ന് വ്യതിചലിച്ച് ഞാൻ വ്യക്തിപരമായി അല്ലെങ്കിൽ വ്യക്തമായി ഒരു ഒരുക്കത്തിനായിട്ട് പ്രത്യേക തയ്യാറെടുപ്പുകൾ വേണോ വേണ്ടയോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്
ഒരു സൂക്ഷ്മമായ നിഗൂഢ പഠനമാണ് എൻ്റെ ഈ ക്ലാസ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നാം ഒരു മൺതിട്ടയെ പറ്റി പറഞ്ഞിരുന്നു. ഒരു മൺതിട്ട, ജീവനില്ലാത്ത സ്ഥലമാണ് മൺതിട്ട എന്ന് പറയുന്നത്. അത് ഞാൻ പറഞ്ഞു. ആ മൺതിട്ട എൻ്റെ ഹൃദയത്തിൽ, എൻ്റെ മനസ്സിൽ, എൻ്റെ ശരീരത്തിൽ, എൻ്റെ ഇടവകയിൽ, അല്ലെങ്കിൽ എൻ്റെ ഭവനത്തിൽ ഉണ്ടോ എന്ന് ആദ്യത്തെ പഠനം നമ്മൾ കാഴ്ചവെക്കണം. ആ പഠനത്തിൻ്റെ റിപ്പോർട്ട് നമ്മൾ തന്നെ കയ്യിൽ സൂക്ഷിക്കണം. ഞാനൊരു മൺതിട്ടയാണോ, എന്നിലെ മൺതിട്ട. അപ്പോൾ ആ മൺതിട്ടയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാവും എന്നുള്ള പഠനമാണ് രണ്ടാമത്തേത്. ആദ്യം മൺതിട്ടയാണോ എന്ന് കാണുന്നു. ആ മൺതിട്ടയിൽ പിന്നെ എന്തെല്ലാം ഉണ്ട്? 1 മൊബൈൽ ഫോണുണ്ടോ, 2 രാഷ്ട്രീയമുണ്ടോ, 3 സിനിമയുണ്ടോ, 4 സിനിമ പാട്ടുകളുണ്ടോ, ഇന്നലെ നമ്മൾ കണ്ടു ടെലിവിഷനുണ്ടോ, ടെലിവിഷൻ പറയുന്ന സാധനമുണ്ടോ, അതിന് നമ്മൾ മാസാമാസം പണം കൊടുക്കാറുണ്ടോ. ഇതെല്ലാം ഈ മൺതിട്ടയിലെ ഓരോ മൺതരികളാണ്. മൺതരികളിൽ ജീവനില്ല. അത് നമുക്ക് ഇതെല്ലാം ഇത് നമുക്ക് വ്യക്തമാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് പത്രം, ന്യൂസ് പേപ്പർ. നമ്മൾ പത്രവായന എന്ന് പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്ന് പത്രവായനയെക്കുറിച്ച് കുറഞ്ഞിട്ടുണ്ട് ലോകത്ത്. ആ സ്ഥാനത്ത് മൊബൈൽ ഫോണുകളും ടെലിവിഷനും കൈയടക്കിയിട്ടുണ്ട്. നമുക്ക് ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും, ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും, വിമാനത്തിൽ പോവുകയാണെങ്കിലും, അധ്വാനിക്കുമ്പോഴാണെങ്കിലും, റബ്ബർ വെട്ടുമ്പോഴാണെങ്കിലും, പശുവിനെ കറങ്ങുമ്പോഴാണെങ്കിലും ഒക്കെ മൊബൈൽ ഫോൺ കീശയിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും വാർത്ത കേൾക്കുവാനും പാട്ട് കേൾക്കുവാനും ഒക്കെ സാധിക്കും. അപ്പോൾ പത്രം വായിക്കാനായിട്ട് ഒരു പ്രത്യേക സ്ഥലം കണ്ടെത്തുകയോ അതിൻ്റെ പൈസ മുടക്കുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മൊബൈൽ ഫോണിൽ പൈസ ഇട്ടാൽ തന്നെ അതിനകത്ത് വാർത്തകൾ നമുക്ക് കിട്ടും. എന്നാൽ ഇന്നും ധാരാളം വീടുകളിൽ വാർത്തകൾ വായിക്കാൻ പത്രങ്ങൾ പഴയ കാരണവന്മാരൊക്കെ വായിക്കുന്നുണ്ട്. ഒരു പത്രത്തിന് 12 രൂപ, 15 രൂപ, 16 രൂപ ഒക്കെ വിലയുണ്ട്. അപ്പോൾ മാസാമാസം ഒരു പത്രത്തിന് കൊടുക്കുന്ന പൈസ, ആ പത്രം വായിക്കുന്നത് ശരിയാണോ, അത് വായിക്കണമോ, അത് വായിക്കേണ്ട ആവശ്യമുണ്ടോ, അതിനകത്ത് ശരി തെറ്റേത്, നന്മ തിന്മയേത് എന്ന് വ്യക്തമായിട്ട് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അത് അതിൻ്റേതായ ചില ദോഷവശങ്ങളും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഈ പത്രത്തെക്കുറിച്ച് എങ്ങനെ മനസ്സിലാക്കണം, എവിടെ മനസ്സിലാക്കണം, എവിടെ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധ ഗ്രന്ഥത്തെ ആസ്പദമാക്കിയിട്ട് എൻ്റെ എല്ലാ ക്ലാസ്സുകളും വിശുദ്ധ ഗ്രന്ഥത്തിലെ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്ലാസ്. എൻ്റെ സ്വന്തമായ അഭിപ്രായത്തിൽ സമൂഹത്തോട്, രാഷ്ട്രത്തോട്, ലോകത്തോട് സംസാരിക്കാനാവുകയില്ല. വിശുദ്ധ ഗ്രന്ഥമെന്ന് പറയുന്നത് സമൂഹത്തിനും അപ്പുറമാണ്, രാഷ്ട്രങ്ങൾക്കും അപ്പുറമാണ്, പ്രപഞ്ചത്തിനും അപ്പുറമാണ്, ദൈവവചനമാണ്. ദൈവവചനത്തിൽ ഇതിനെപ്പറ്റിയൊക്കെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ആ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ മൺതിട്ടയായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള പഠനമാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. അതുകൊണ്ട് പത്രം, ന്യൂസ് പേപ്പർ എന്ന ആ സംഭവത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം എന്ന് പറയുന്നു എന്ന് പഠിച്ച് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കാം. സക്രിയ പ്രവചന പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവിടെ പെട്ടെന്ന് വായിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ആ സംരക്ഷിത വിവരം, അതിനകത്തെ ഉള്ളടക്കം ഞാൻ പെട്ടെന്ന് പറയാം. വീണ്ടും ഞാൻ നോക്കിയപ്പോൾ ഇതാ പറക്കുന്ന ഒരു പുസ്തക ചുരുൾ. നീ എന്ത് കാണുന്നു? അവൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പറക്കുന്ന ഒരു ചുരുൾ, അതിന് 20 മുഴം നീളവും 10 മുഴം വീതിയുമുണ്ട്. അവൻ പറഞ്ഞു, ഇത് ദേശം മുഴുവനുമുള്ള ശാപമാണ്. മോഷ്ടിക്കുന്നവനും കള്ളസാക്ഷ്യം ചെയ്യുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ വിച്ഛേദിക്കപ്പെടും. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അതിനെ കള്ളൻ്റെയും എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവരുടെയും വീട്ടിലേക്ക് അയക്കും. അത് അവൻ്റെ വീട്ടിൽ കടന്ന് അതിൻ്റെ കല്ലും തടിയും ഉൾപ്പെടെ എല്ലാം നശിപ്പിക്കുന്നതുവരെ അവിടെ വസിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പുസ്തക ഒരു ചുരുൾ പോലെ. ന്യൂസ് പേപ്പറൊക്കെ വരും, നമുക്കറിയാം, ചുരുട്ടിയിട്ട് ചുരുളായിട്ട് ഒരു ഓസ്, ഒരു PVC പൈപ്പിൻ്റെ അതിനകത്ത് കയറ്റി വെക്കും. അത് വിടർത്തി വയ്ക്കാൻ പറ്റില്ല, ചുരുളായിട്ട്. അപ്പോൾ ചുരുളായിട്ട് തന്നെ. അപ്പോൾ എല്ലാം പറഞ്ഞിരിക്കുന്നത് കറക്റ്റായിട്ട് തന്നെ സംഭവിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ചുരുളായിട്ട് വരുന്നു. അതിന് 20 മുഴം നീളം വീതിയാണ്. അപ്പോൾ ന്യൂസ് പേപ്പർ നമ്മൾ ഇങ്ങനെ തുറന്ന് വിടർത്തി കഴിഞ്ഞാൽ ഈ നീളം വീതിയൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും. ഇത് ദേശം മുഴുവനുമുള്ള ശാപമാണ്. എന്താണ് ആ ശാപത്തിന് പറയാൻ കാരണം? ന്യൂസ് പേപ്പറിൽ വരുന്ന എല്ലാം ശാപമാണെന്ന് പറയാൻ എന്താണ് കാരണം? ദേശമുള്ള ശാപമാണ്. മോഷ്ടിക്കുന്നവനും കള്ളസത്യം ചെയ്യുന്നവനും ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ വിച്ഛേദിക്കണം. അപ്പം മോഷ്ടിക്കുന്നവനും ഇതിനകത്ത് എഴുതുന്നു, ഞാൻ മോഷ്ടിച്ചിട്ടില്ല എന്ന് പറയുന്നു. മോഷ്ടിച്ചവൻ്റെ അടുത്തേക്ക് ഈ മോഷണ കഥകൾ ചെല്ലും. അപ്പോൾ തിന്മ എഴുതുന്നു, തിന്മ എഴുതുന്നയാൾ, അച്ചടിക്കുന്നയാൾ അത് തിന്മ അച്ചടിച്ച് അത് തിന്മ പ്രവർത്തിക്കുന്നിടത്തേക്ക് തന്നെ വിടുന്നു. അപ്പോൾ എങ്ങനെ നോക്കിയാലും, എവിടെ നോക്കിയാലും കള്ളസത്യമാണ് എല്ലാം എഴുതി വിടുന്നത്, കള്ളങ്ങളാണ് എഴുതി വിടുന്നത്. അതല്ല കർത്താവ് പറയണം, കള്ളസത്യം ചെയ്യുന്നതിനും ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ വിച്ഛേദിക്കും. ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ നിനക്ക് നാശമാണ് സംഭവിക്കുന്നത് എന്ന് വിശുദ്ധ എഴുതപ്പെട്ടിരിക്കുന്ന പോലെ നാശത്തിൻ്റെ കൂമ്പാരമായി അങ്ങോട്ട് തന്നെ ചെല്ലുകയാണ്. സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ അതിനെ കള്ളൻ്റെയും എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവൻ്റെയും വീട്ടിലേക്ക് അയക്കും. അതിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് പൊളിറ്റിക്കൽ കള്ളത്തരം കാണിക്കുന്നവർ, രാഷ്ട്രീയ തലങ്ങളിൽ കള്ളത്തരമോ ഒക്കെ കാണിക്കുന്നവരടുത്തേക്ക്.
മറ്റൊന്ന്, എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നു. അതാണ് നമ്മുടെ സഭ, കത്തോലിക്ക സഭ. യേശുവിൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുക, എന്നിട്ട് ഈ പത്രം മേടിച്ച് വായിക്കുക. അതൊരു പത്രം എല്ലാ വീടുകളിലേക്കും കൊടുക്കുക. നമ്മുടെ സഭയുടെ പത്രമുണ്ട്, ദീപിക എന്നൊക്കെ പറയുന്ന പത്രമുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഓരോ പത്രമുണ്ട്. അത് സഭയുടെ പത്രവും സഭയുടെ മാസികയും ഒക്കെ ആണെങ്കിലും ഇതിനകത്തെല്ലാം എഴുതുന്നത് കള്ളമാണ്. ഒരു സത്യവും ഇതിനകത്തില്ല. സഭയുടെ പത്രം ഇറക്കിയാലും അവർ എഴുതുന്നൊന്നും യാഥാർത്ഥ്യങ്ങളല്ല. വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ ഗ്രന്ഥത്തിലെ വചനം മാത്രമേ നമുക്ക് വായിക്കാൻ കൊള്ളുന്നതും കേൾക്കാൻ കൊള്ളുന്നുള്ളൂ. ബാക്കിയുള്ളത് ലോകത്തിന് വിശുദ്ധ ഗ്രന്ഥത്തിന് പുറത്തുള്ളതെല്ലാം അസത്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഞാൻ കള്ളൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യുന്നവരുടെയും വീട്ടിലേക്ക് അയക്കും. അത് അവൻ്റെ വീട്ടിൽ കിടന്ന് അതിൻ്റെ കല്ലും തടിയും ഉൾപ്പെടെ എല്ലാം നശിക്കുന്നവരെ അവിടെ വസിക്കും. എന്ന് പറഞ്ഞാൽ ഇനി ആണവ യുദ്ധത്തിൽ ഭൂമിയിൽ അവൻ്റെ വീട് കല്ലും മണ്ണും തടിയും ഉപയോഗിച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയതാണെങ്കിൽ പോലും അവൻ്റെ വീടടക്കം നശിക്കുന്നതുവരെ, എൻ്റെ കല്ലും മണ്ണും തടിയും നശിക്കുന്നവരെ ഈ കള്ളസത്യവും എഴുതുന്ന ഈ പത്രമെന്ന ഈ സംഭവം അത് അവൻ്റെ വീട്ടിലുണ്ടാവും. അത് അതിൻ്റെ കത്തോലിക്ക സഭയിലും ഉണ്ടാവും, ക്രിസ്ത്യാനിയുടെ ഭവനത്തിലുണ്ടാവും, മറ്റു പൊതുസ്ഥലങ്ങളിലും ഉണ്ടാവും. പൊതുസ്ഥലങ്ങളിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ സഭയ്ക്കകത്ത് നോക്കിയാൽ മതി. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതെന്താണ് കള്ളസത്യത്തിൻ്റെ എല്ലാം ഇതിൻ്റെ തെളിവാണ്. ഇത് പറഞ്ഞ 1 മണിക്കൂർ ക്ലാസ് എടുക്കാനുള്ള കാര്യങ്ങളുണ്ട്, പക്ഷേ അതുപോലെ ക്ലാസ് എടുക്കുന്ന കഥയില്ല. അത്യാവശ്യം നിങ്ങൾക്ക് കാര്യങ്ങൾ ഗ്രഹിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ വീട്ടിൽ ഈ മണൽത്തിട്ടി ഉണ്ടാക്കാൻ വേണ്ടി ഈ ന്യൂസ് പേപ്പർ വരുത്തുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദരരെ, എന്നെ പോലെ ആകുക. ഒന്നുകിൽ അരമത്തിയേക്കാരൻ ജോസഫിനെ പോലെ ആകുക, അല്ലെങ്കിൽ എന്നെ പോലെ ആകുക. ഞാൻ പത്രം വായിക്കുകയില്ല, പത്രം വരുത്തുകയില്ല, പത്രം മേടിക്കുകയില്ല, പത്രം നോക്കിയില്ല, പത്രം കാണുകയില്ല. അതുപോലെ അത്യാവശ്യം ആഗോള യുദ്ധത്തെക്കുറിച്ച് ഞാൻ ഇപ്പോൾ മൊബൈൽ ഫോണിൽ കൂടെ ചെറിയ വാർത്തകൾ മാത്രം ശ്രദ്ധിക്കും. കാരണം ഈ ഞാൻ യേശുവിൻ്റെ കർത്താവിൻ്റെ വചനം ഇതിനകത്ത് വിശദീകരണത്തിൽ പറഞ്ഞിരിക്കുന്നതും ഇപ്പോൾ സംഭവിക്കുന്നതും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഇത് ശരിയോ തെറ്റെന്ന് അറിയുന്നതിനും പഠിക്കുന്നതിനും ഈ സംഭവങ്ങൾ എത്രമാത്രം അടുത്തെത്തുന്ന അറിയുന്നതിന് വേണ്ടിയിട്ട് മാത്രം അല്പം യുദ്ധവാർത്തകൾ മാത്രം ശ്രദ്ധിക്കും. മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ബാക്കി പിന്നെ സുവിശേഷം, സനാതന സുവിശേഷ ലോകത്ത് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതുകൊണ്ട് എന്നെപ്പോലെ ആകാൻ പറ്റുന്നവർ എന്നെപ്പോലെ ആവുക, അല്ലെങ്കിൽ അരമത്തേക്കാരൻ ജോസഫിനെ പോലെ. അരമത്തേക്കാരൻ ജോസഫിൻ്റെ വീട്ടിൽ അന്ന് ന്യൂസ് പേപ്പർ എടുത്തുണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. അദ്ദേഹം മണൽത്തിട്ടിയായിരുന്നോ? അല്ലായിരുന്നു. മണൽത്തിട്ടിയാണെങ്കിൽ യേശുവിൻ്റെ ശരീരം കുരിശിൽ നിറക്കാൻ പീലാത്തോസിനോട് ചോദിക്കണം. അത് കുരിശിൽ നിറക്കണം, സംസ്കരിക്കാൻ കുറേ പണിയുണ്ട്. യഹൂദന്മാരിൽ അവഹേളിച്ച് പോകുന്ന ശരീരമാണ്. അതിനെ നമ്മൾ പൊന്നുപോലെ എടുത്തുകൊണ്ടെന്ന് വെക്കുക എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ആ അവഹേളനം ഈ ശവശരീരത്തെ മറവ് ചെയ്യുന്നതിനും ആ അവഹേളനം വെക്കും. പക്ഷേ അവിടെ അരമത്തേക്കാരൻ ജോസഫ് സാക്ഷ്യമായി ക്രിസ്തുവിന് വേണ്ടി. ഞാൻ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുണ്ട്, എന്നാൽ എൻ്റെ ക്രിസ്തുവിനെ അവർ കൊന്നെങ്കിൽ ആ കൊന്ന ശരീരമായ യേശു ക്രിസ്തുവിൻ്റെ ശരീരത്തെ ഞാൻ കുരിശിൽ നിറക്കി സംസ്കരിക്കും. അതിനുള്ള തൻ്റെ ധൈര്യം എനിക്കുണ്ട്. കാരണം ഇനി ക്രിസ്തുവിന് കൂടെ ഞാൻ മരിക്കേണ്ടി വന്നാലും ഈ ക്രിസ്തു മരിച്ചെങ്കിൽ ഈ ക്രിസ്തുവെ തിരഞ്ഞെടുക്കുമെന്ന് വ്യക്തമായിട്ട് അറിയാമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു അരമത്തേക്കാരൻ ജോസഫ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കും. അപ്പോൾ നമ്മൾ തിരിച്ചു വേണം കുഞ്ഞു ചോദ്യം ഇങ്ങനെ ചോദിക്കാം, അന്ന് പത്രമില്ലായിരുന്നല്ലോ, പിന്നെ എങ്ങനെയാണ് അരമത്തേക്കാരൻ ജോസഫ് പത്രം വായിക്കുന്നത്? പത്രത്തിന് തത്തുല്യമായ സംഭവങ്ങളൊക്കെ അന്നും ഉണ്ടായിരുന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാത്തിൻ്റെ മൂലരൂപം അന്നുണ്ടായിരുന്നു. അതിൻ്റെ മൂലക രൂപമാണ് ഇന്നുള്ളത്. അടിസ്ഥാനമെല്ലാം അന്നും ഉണ്ടായിരുന്നു. അതിൻ്റെ വിവിധ തലങ്ങളാണ് ഇന്നുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വ്യക്തമാണ് മനസ്സിലാക്കേണ്ടത്, ന്യൂസ് പേപ്പർ വായിച്ച് അതിന് സമയം കളയുക, അതിന് പണം മുടക്കുക, അതിനുവേണ്ടി സമയം കണ്ടെത്തുക. അങ്ങനെ ഒരു മണൽത്തിട്ട എന്നിലുണ്ടെങ്കിൽ എടുത്തു മാറ്റാൻ താല്പര്യമുള്ളവരെടുത്ത് മാറ്റിക്കോന്നൊന്നും ഞാൻ നിർബന്ധപൂർവ്വം പറയില്ല. ഇഷ്ടമുള്ളവർക്ക് മാക്കാം. ഇതിനെപ്പറ്റി അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെ തലം നിങ്ങൾക്ക് ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ആത്മാവിൽ ഈ കേട്ട വചനങ്ങൾ കിടന്ന് വട്ടം കറങ്ങും. ഹൃദയത്തിലും ആത്മാവിലും ചിന്തയിലും ഈ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ അത് കിടന്ന് കറങ്ങുമ്പോൾ നിങ്ങളോട് നിങ്ങളുടെ ആത്മാവ് തന്നെ പറയും, ഈ കേട്ട വചനങ്ങൾ സത്യമാണ്. ഇനി വരാൻ പോകുന്ന സംഭവങ്ങളിൽ ഇതിൻ്റെ എല്ലാം ശിക്ഷാവിധിയാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഇതെല്ലാം എടുത്തു മാറ്റിയേക്കാമെന്ന് ചിന്തിക്കാൻ കഴിവുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിച്ചുകൊള്ളുക, എടുത്തു മാറ്റാൻ പറ്റുന്നവർ മാറ്റിക്കൊള്ളുക. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നതും അതും എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിന്റെ ശിക്ഷാവിധി നിന്റെ തലയിൽ തന്നെ വീഴും, കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അതിന് തൊട്ടു മുമ്പിൽ കണ്ട ഒരു കാര്യം കൂടെ ഒന്നുകൂടി സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിങ്ങനെയാണ്, എസെക്കിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒരു വചനമുണ്ട്. എസെക്കിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ സിനിമയെ പറ്റി നമ്മൾ പഠിച്ചല്ലോ. ആ സിനിമയെ പറ്റി പഠിക്കുമ്പോൾ സിനിമ എന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേട്ടു.
അത് പ്രദർശിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്, സിനിമാ തിയേറ്റർ എന്നൊക്കെ പറയുന്നത്. അതിന് കർത്താവ് 2 രീതിയിൽ അതിനെപ്പറ്റി കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് യേശയ്യാപ്രവചന പുസ്തകം 16-ാം അധ്യായം 23-ാം തിരുവചനത്തിലാണ്. ദയവായി കർത്താവ് ചെയ്യുന്നു, ദുരിതം, നിനക്ക് ദുരിതം, നിന്റെ എല്ലാ ദുഷ്കൃത്യങ്ങൾക്കും ശേഷം നീ ഓരോ തെരുവിലും ഭദ്രദീപവും ഉന്നത മണ്ഡപവും നിർമ്മിച്ചു. ഓരോ വഴിക്കവലയ്ക്കും നീ ഉന്നത മണ്ഡപങ്ങൾ ഉണ്ടാക്കി. അവിടെ നിന്റെ സൗന്ദര്യം നീ ദുരുപയോഗപ്പെടുത്തി. വഴിപോക്കർക്കെല്ലാം നിന്നെ തന്നെ നൽകി നീ വ്യഭിചാരം തുടർന്നു. ഭോഗാസക്തരും നിന്റെ അയൽക്കാരുമായ ഈജിപ്തുകാരുമായി നീ വ്യഭിചരിച്ചു. വ്യഭിചാരത്തിൽ മുഴുകി നീ എന്നെ പ്രകോപിച്ചു. അതുകൊണ്ട് നിനക്കെതിരെ ഞാൻ കരം നീട്ടി. അല്ലെ, ഉന്നത മണ്ഡപങ്ങൾ ഉണ്ടാക്കി. ഉന്നത മണ്ഡപങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണ മണ്ഡപങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. കല്യാണ മണ്ഡപങ്ങൾ നമുക്കറിയാം. നമ്മൾ സാധാരണ ജനങ്ങളെല്ലാം ഇരിക്കുന്നിടത്തുനിന്നും കുറച്ച് അല്പം ഉയരത്തിൽ ഒരു പ്രത്യേക സ്റ്റേജ് ഉണ്ടാക്കുന്നതാണ് മണ്ഡപം, വധുവരന്മാർക്ക് ഇരിക്കാൻ. എന്നതുപോലെ എന്ന് പറഞ്ഞാൽ സാധാരണ ജനങ്ങളിൽ നിന്നും അവർക്ക് കുറച്ച് പ്രാധാന്യം കൊടുക്കുന്നു, വധുവരന്മാർക്ക് കൊടുക്കുന്നു. അവരെ എല്ലാവർക്കും കാണാൻ സാധിക്കണം. അവരുടെ വിക്രികൾ, ഇപ്പോഴാണെങ്കിൽ കുറേ വിക്രികളുണ്ട്, ആ വിക്രികളെല്ലാം കാണാൻ സാധിക്കണം എന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേക രീതിയിൽ അലങ്കരിച്ചുണ്ടാക്കുന്ന സ്ഥലത്തെയാണ് ഉന്നത മണ്ഡപം എന്ന് പറയുന്നത്. അതേപോലെ ഉന്നത മണ്ഡപമാണ് സിനിമാ തിയേറ്ററിൽ വെള്ളിത്തിരകൾ. നമ്മൾ പണ്ടത്തെ കാലത്ത് വെള്ളിത്തിരകൾ എന്ന് പറഞ്ഞാൽ സിനിമാ തിയേറ്ററിലെ ആ തിരശ്ശീലയിൽ നടക്കുന്ന സംഭവങ്ങൾ ഉന്നത മണ്ഡപം. അവിടെ നിൻ്റെ സൗന്ദര്യം നീ ദുരുപയോഗപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ വരുന്ന ആരെങ്കിലും തൻ്റെ ശരീര സൗന്ദര്യം സിനിമയിലൂടെ ജനത്തിന് കാണാൻ വേണ്ടി വിട്ടുകൊടുത്തില്ലെങ്കിൽ നിൻ്റെ സൗന്ദര്യത്തെ നീ ദുരുപയോഗം ചെയ്തു. നീ ഭോഗാസക്തി കൊണ്ടാണ് ചെയ്തത്. അവിടെ നിൻ്റെ സൗന്ദര്യം ദുരുപയോഗപ്പെടുത്തി. വഴിപോക്കർക്കെല്ലാം നിന്നെ തന്നെ നൽകി നീ വ്യഭിചാരം ചെയ്തു. നിന്നെ കണ്ട് പലരും മോഹിച്ചു, ആഗ്രഹിച്ചു, കൊതിച്ചു, ഇഷ്ടപ്പെട്ടു. നിൻ്റെ ശരീരത്തിൻ്റെ വടിവും നിൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യം കണ്ട് മറ്റ് വിചാരം ചെയ്തു നമ്മൾ നോക്കണ്ട. അത് ഹൈന്ദവ മതത്തിൽപ്പെട്ടവരോ മുസ്ലിം മതത്തിൽപ്പെട്ടവരോ മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവരോ അവർ സിനിമയിൽ അഭിനയിച്ചോ അവർ സൗന്ദര്യം കാണിച്ചു നമ്മൾ നോക്കണ്ട. കത്തോലിക്ക സഭയിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള ഏതെങ്കിലും വ്യക്തി, അതാണോ പെണ്ണോ അച്ഛനോ കന്യാസ്ത്രീയോ, നമുക്കറിയാം കന്യാസ്ത്രീകൾ ഡാൻസ് കളിച്ച് കാണിക്കുന്നുണ്ട്, അത് സൗന്ദര്യം ദുരുപയോഗപ്പെടുത്തുന്നതാണ്. ചില അച്ഛന്മാരിങ്ങനെ പറഞ്ഞു കാണിക്കുന്നുണ്ട്, അതും ദുരുപയോഗപ്പെടുത്തുന്നതാണ്. ഈ വേഷം എന്തെല്ലാം കെട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് കത്തോലിക്ക സഭയിലെ വൈദികരോ കന്യാസ്ത്രീകളോ യുവതികളോ യുവാക്കളോ സിനിമയിൽ അഭിനയിക്കുകയോ ഡാൻസ് കളിക്കുകയോ എന്തെങ്കിലും വിക്രികൾ കാണിക്കുകയോ ഒക്കെ ചെയ്യുന്നതെല്ലാം സൗന്ദര്യം ദുരുപയോഗപ്പെടുത്തുന്നതാണ്. ആ ദുരുപയോഗപ്പെടുത്തി നിൻ്റെ ശരീരത്തിൻ്റെ കഴിവ്, നിൻ്റെ അംഗവടിവ്, നിൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യം, നിൻ്റെ ആരോഗ്യം നീ മറ്റുള്ളവർക്ക് വേണ്ടി ഉന്നത മണ്ഡപങ്ങൾ, ഈ മൊബൈലും ടെലിവിഷനിലെ ഉന്നത മണ്ഡപങ്ങൾ തന്നെയാണ്. ഇതെല്ലാം അതിൻ്റെ വിവിധ മോഡലുകളാണ്. സിനിമാ തിയേറ്റർ പോലെ അതിനെ പോലെ തന്നെ ഏറ്റവും ഉയർന്ന നിലമ അതിനകത്തെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ സുവിശേഷം കൊടുക്കാനല്ലാതെ മറ്റെന്തെങ്കിലും രീതിയിൽ നിൻ്റെ സൗന്ദര്യം നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ ശിക്ഷിക്കുമെന്ന് കർത്താവ് പറയണം. ആ ശിക്ഷ വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? അത് ഞാൻ പറഞ്ഞുതരാം, അവസാനം പറഞ്ഞുതരാം പ്രിയപ്പെട്ടവരെ. അപ്പോൾ ഉന്നത മണ്ഡപങ്ങൾ ഉണ്ടാക്കി നിൻ്റെ സൗന്ദര്യം ദുരുപയോഗപ്പെടുത്തിയെന്ന് കർത്താവ് പറയണം. അപ്പോൾ സിനിമയെക്കുറിച്ചും പത്രത്തെക്കുറിച്ചും ടെലിവിഷനെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടു. അത് എങ്ങനെയാണ് ശിക്ഷ വരുന്നത് എന്നും എന്താണ് ഇനി ചെയ്യേണ്ട നടപടികളൊന്നും കൂടെ നമുക്കൊന്ന് പറഞ്ഞുതരാം. ആ ശിക്ഷയെപ്പറ്റി ആദ്യം ഒന്ന് പറഞ്ഞുതരാം. വെളിപാടിൻ്റെ പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ പ്രിയ സഹോദരൻ 18:4 ഇങ്ങനെ പറയുന്നുണ്ട്. 18:6 അവൾ കൊടുത്തതുപോലെ അവൾക്കും തിരികെ കൊടുക്കുവിൻ. അവളുടെ പ്രവൃത്തികൾക്ക് ഇരട്ടി പ്രതിഫലം നൽകുവിൻ. അവൾ കലർത്തി തന്ന പാനപാത്രത്തിൽ അവൾക്ക് ഇരട്ടി കലർത്തി കൊടുക്കുവിൻ. അവൾ തന്നെ എത്രത്തോളം മഹത്വപ്പെടുത്തുകയും സുഖഭോഗങ്ങൾ അനുഭവിക്കുകയും ചെയ്തുവോ അത്രത്തോളം പീഡനവും ദുഃഖവും അവൾക്ക് തിരികെ നൽകുവിൻ. എന്തെന്നാൽ അവൾ ഹൃദയത്തിൽ പറഞ്ഞു, ഞാൻ രാജ്ഞിയായി വാഴുന്നു, ഞാൻ രാജ്ഞിയാണ്, എൻ്റെ സൗന്ദര്യം അത് രാജാവാണ്, ഞാൻ സൗന്ദര്യം കാണിക്കുന്നവനാണ് എന്ന് പറയണ്ട. അതിങ്ങനെ കാണിച്ചു കൊടുത്താൽ കർത്താവ് പറയണം, അവൾ കലർത്തി കൊടുത്ത് തൻ്റെ ശരീര സൗന്ദര്യവും തൻ്റെ സൗന്ദര്യം കഴിവുകളും മറ്റുള്ളവർക്ക് ഉന്നത മണ്ഡപങ്ങളിൽ കൂടെ കാണിച്ചു കൊടുത്തെങ്കിൽ ഇരട്ടി ദുഃഖവും വേദനയും ഇനി അവർക്ക് കലർത്തി കൊടുക്കുന്ന കർത്താവ് പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മളിത് വായിച്ച് മനസ്സിലാക്കി വെച്ചോണം. ഇത് വെച്ചില്ലെങ്കിൽ, ഇത് ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞു തന്നില്ലെങ്കിൽ, മനസ്സിലാക്കിയില്ലെങ്കിൽ എനിക്ക് കാരണം എനിക്കിത് വേണമെങ്കിൽ നിങ്ങളോട് പറയാതെ ഇരിക്കാൻ പറ്റും. നിങ്ങളുടെ സൗകര്യം പോലെ ജീവിച്ചോട്ടെ, നിങ്ങളുടെ ഇഷ്ടം പോലെ ജീവിക്കട്ടെ എന്ന് വിചാരിക്കാൻ പറ്റും. പക്ഷേ ഈ ലോകത്ത് ജീവിച്ചിട്ട് 800 കോടി ജനങ്ങളിൽ ഒരാൾ ഈ വചനം കേട്ട് യേശുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി തൻ്റെ ശരീരവും മനസ്സും ആത്മാവും യേശുക്രിസ്തുവിൻ്റെ വരവിനായിട്ട് ഒരു അരിമത്യാക്കാരൻ ജോസഫിനെ പോലെയോ അല്ലെങ്കിൽ ഒരു വിശുദ്ധിയുള്ള വ്യക്തിയെപ്പോലെയോ രൂപാന്തരപ്പെടാൻ ആരെങ്കിലും ആഗ്രഹിച്ച് മാറിയെന്നാൽ അതിൽ ഞാൻ സന്തോഷനാണെന്ന് മാത്രമല്ല, കർത്താവ് സ്വർഗ്ഗത്തിൽ സന്തോഷിക്കുകയാണ്. കർത്താവ് തന്ന ജ്ഞാനമനുസരിച്ച് നീ ക്ലാസ് കൊടുത്തതിനാൽ ഒരു വ്യക്തി രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. ഒരു വ്യക്തി അരിമത്യാക്കാരൻ ജോസഫിനെ ഒരുങ്ങിയിട്ടുണ്ട്. അവനെ ഞാൻ മരണം കൂടാതെ സ്വർഗത്തിലേക്ക് എടുക്കും.
അതുകൊണ്ടാണ് തെസ്സലോനിക്കർക്ക് ലേഖനത്തിൽ കർത്താവ് പറയുന്നുണ്ട്, അപ്പോൾ നമ്മിൽ അവശേഷിക്കുന്നവർ കർത്താവിനെ എതിരേൽക്കാനായി വാനമേഘങ്ങളിൽ സംഭവിക്കപ്പെടും. അതിനർത്ഥം എന്താണ്? മരണം കാണാതെ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് എടുക്കപ്പെടുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ സർവശക്തനായ ദൈവം വളരെ വ്യക്തമായിട്ട് എഴുതി തന്നിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ എങ്ങനെ കുറച്ചുകൂടെ കാണണം, ഏത് രീതിയിൽ ഈ പത്രവാസികളാകുന്ന മൺതിട്ടകൾ, ടെലിവിഷനാകുന്ന മൺതിട്ടകൾ, സിനിമയാകുന്ന മൺതിട്ടകൾ, രാഷ്ട്രീയമാകുന്ന സിനിമ, മൊബൈൽ ഫോണാകുന്ന മൺതിട്ടകൾ, ഈ മൺതിട്ടകളെയൊക്കെ നമ്മൾ ഏതെല്ലാം രീതിയിൽ വിലയിരുത്തി കാണണമെന്ന് കൂടി കർത്താവ് പറയുന്നുണ്ട്. ഒന്ന്, അതിൽ നിന്ന് എങ്ങനെ വിട്ടു നിൽക്കണമെന്ന് അരിമത്ഥ്യക്കാരൻ ജോസഫിനെ അവർ വിട്ടു നിൽക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുന്നു നിങ്ങളെ. മറ്റൊന്ന്, ഈ വസ്തുക്കളൊക്കെ എന്താണ്? മണൽത്തിട്ടയിലെ വസ്തുക്കളാണെന്ന് മനസ്സിലാക്കുന്നു. ജീവനില്ലാത്ത, ജീവൻ നശിപ്പിക്കുന്ന വസ്തുക്കളാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇതിനെ ഏത് രീതിയിലുള്ള പ്രവാചക മുന്നറിയിപ്പിൽ കൂടെ മനുഷ്യനെ വിലയിരുത്തണം എന്നുകൂടി സർവശക്തനായ ദൈവം വളരെ സുവ്യക്തമായിട്ട് കത്തോലിക്ക സഭയുടെ മുഖത്ത് നോക്കി പറയുകയാണ്. എന്താ പറയണ്ടേ? കേൾക്കണം. ഏഷ്യ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അതിന് 11-ാം തിരുവചനം വെച്ച് നമുക്ക് അങ്ങോട്ട് വരാം. അവിടെ ഇങ്ങനെ പറയുന്നു, തൻ്റെ ശക്തമായ കരം എൻ്റെ മേൽ വച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതുകയോ ഈ ജനം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുകയോ ചെയ്യരുത്. പരിഭ്രമിക്കുകയും അരുത്. സൈന്യങ്ങളെ കർത്താവിനെ പരിശുദ്ധരായി കരുതുവിൻ, അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുന്നാണ് പരിശുദ്ധ മന്ദിരവും ഇടർച്ചയുടെ ശിലയും ഇസ്രായേലിൻ്റെ ഇരുഭവനങ്ങളെയും നിലം പതിപ്പിക്കുന്ന പാറയും. ജെറുസലേം നിവാസികൾക്ക് കുടുക്കും കെണിയും അവിടുന്ന് തന്നെ. അനേകർ അതിന്മേൽ തട്ടി വീണ് തകർന്നു പോവുകയും കെണിയിൽ കുരുങ്ങി പിടിക്കപ്പെടുകയും ചെയ്യും. പ്രിയ സഹോദരരെ, ഇത് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അവിടെ കർത്താവ് വളരെ വ്യക്തമായിട്ട് എഴുതി വയ്ക്കുന്ന ഭാഗമാണ്, തൻ്റെ ശക്തമായ കരം വഹിച്ചുകൊണ്ട് അവിടുന്ന് എന്നോട് ഇപ്രകാരം പറഞ്ഞു, ഈ ജനത്തിൻ്റെ മാർഗത്തിൽ ചരിക്കരുതെന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് തരുന്നു. ഈ ജനം എന്ന് പറയുന്നതിനകത്ത് രണ്ടർത്ഥമുണ്ട്. ഒന്ന്, പബ്ലിക്, സഭയ്ക്ക് പുറത്തുള്ള ജനമായ ഹൈന്ദവ മതത്തിൽപ്പെട്ടവരോ രാഷ്ട്രീയത്തിൽപ്പെട്ടവരോ മുസ്ലിം മതത്തിൽപ്പെട്ടവരോ മറ്റ് മതവിഭാഗത്തിൽപ്പെട്ടവരോ മറ്റ് ജനവിഭാഗത്തിൽപ്പെട്ടവരോ പൊതുജനങ്ങളായിട്ടുള്ള ആരുടെയും മാർഗത്തിൽ ചരിക്കരുത് എന്ന് കർത്താവ് പറയണം. അതിനുശേഷം എന്ന് പറഞ്ഞ്, ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതുകയോ ജനം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുകയോ ചെയ്യരുത്. സഖ്യമെന്ന് പറയുന്നതാണ് രാഷ്ട്രീയ കൂട്ടുകെട്ടുകൾ. പിന്നെ മറ്റൊന്നാണ്, മറ്റ് സഖ്യങ്ങളാണ് സഭാവിഭാഗത്തിലെ സഖ്യങ്ങൾ. ചില സിനഡുകൾ, നമ്മൾ പിന്നെ 3-ാം സിനോദോസ്, 2-ാം സിനഡുകൾ, അതിൻ്റെ പ്രബോധനങ്ങൾ, മെത്രാന്മാർ അവിടെ ഇരുന്ന് കൂടി പ്രബോധനം സർക്കുലർ വായിക്കുന്നു. അതെല്ലാം സഖ്യങ്ങളാണ്. അവർ തമ്മിൽ ഒരു സഖ്യം കൂടിയ ശേഷം ആ സഖ്യത്തിന് ചില വാർത്തകൾ സർക്കുലറാന്നൊക്കെ പറഞ്ഞിട്ട് പള്ളിയിൽ വായിക്കണം. അപ്പോൾ കർത്താവ് പറയുകയാണ്, എന്താ പറയുന്നത്? നിങ്ങൾ ഈ ജനം സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമെന്ന് കരുതുകയോ ഈ ജനം ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ, അവിടെ ഇനി ഈ ജനം എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് ഈ സഭയെന്ന് കൂട്ടിച്ചേർത്ത് വായിക്കണം. ഈ സഭ സഖ്യമെന്ന് വിളിക്കുന്നതിനെ നിങ്ങൾ സഖ്യമെന്ന് കരുതുകയോ ഈ ജനം ഈ കത്തോലിക്ക സഭ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടുകയോ ചെയ്യരുത്. പരിഭ്രമിക്കുകയും അരുത്. സൈന്യങ്ങളുടെ കർത്താവിനെ പരിശുദ്ധനായി കരുതുവിൻ. സർവശക്തനായ ദൈവം, പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവത്തെ പരിശുദ്ധനായി കരുതുവിൻ, പരിശുദ്ധമായി കരുതുവിൻ. അല്ലാതെ ഈ കത്തോലിക്ക സഭ കാണിക്കുന്ന ഈ വേഷം കെട്ടുകളുണ്ടല്ലോ, കുറേയേറെ വേഷം കെട്ടുകൾ, അത് അവർ കാണിക്കുന്ന സഖ്യം, അല്ലെങ്കിൽ തിരുനാൾ ആഘോഷം, നമ്മൾ തിരുനാൾ ആഘോഷം, അതൊരു സഖ്യമാണ്. അത് അച്ഛന്മാരും കുറച്ച് കന്യാസികളും കുറച്ച് അൽമാരെല്ലാം കൂടി കുറേ വെടിക്കെട്ടും പടക്കെട്ടും എല്ലാം കൂടി നടത്തുന്നു. അങ്ങനെ അത് നടത്തുന്നു, നമുക്കിങ്ങനെ ചെയ്യാമെന്ന് ആലോചിക്കുന്നു, അതിന് ചണ്ടമേള നടത്തുന്നു, പോകുന്നു. പിന്നെ സിനഡ് തീരുമാനങ്ങൾ, പിന്നെ സുനഹദോസ് തീരുമാനങ്ങൾ. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുവിൻ, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന് സർവശക്തനായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ജനങ്ങൾക്ക് പ്രബോധനം കൊടുക്കുകയും സുവിശേഷം പറഞ്ഞപ്പോൾ അവിടെ ജനങ്ങൾ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായും യേശു ദൈവമായും അംഗീകരിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വാസം അർപ്പിച്ചേറ്റു പറഞ്ഞു. അവർ രക്ഷ പ്രാപിച്ചു. അവിടെ ഒരു മതപ്രബോധനമോ ഒരു സഭാപ്രബോധനമോ ഉണ്ടായിരുന്നില്ല. യേശു ക്രിസ്തു നേരിട്ട് വിശ്വസിക്കുകയാണ് ചെയ്തത്.
ആ സുവിശേഷം കേട്ടപ്പോൾ വിശ്വസിച്ചു. അതേപോലെ തന്നെ ഇന്നും നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ദൈവവചനം മൊബൈൽ ഫോണിൽ കൂടെയോ ധ്യാനങ്ങളിൽ കൂടെയോ ഒക്കെ കേൾക്കുമ്പോൾ വിശ്വസിച്ച് ബോധ്യപ്പെടുവാൻ കർത്താവിൻ്റെ വചനമുണ്ട്. അതല്ലാതെ ഈ ജനത്തിൻ്റെ സഖ്യത്തെ സഖ്യമായിട്ട് കാണുകയോ ഈ ജനം ഭയപ്പെടുന്നതിനെ ഭയപ്പെടുകയോ ചെയ്യരുത്. പിന്നെ ആരെ ഭയപ്പെടണം? സർവശക്തന പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സ്വർഗീയ അപ്പനെ. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് യേശുനാഥനെ. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവിൻ്റെ ദൃശ്യരൂപമാണ് ഏത്? തിരുവചനങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദരൂപം, പരിശുദ്ധാത്മാവിൻ്റെ ലിഖിത രൂപം, പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വ രൂപം, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിരൂപം, പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തൽ രൂപമാണ് തിരുവചനങ്ങൾ. ആ തിരുവചനത്തിൽ വിശ്വസിക്കുക. അതിനപ്പുറത്തേക്ക് ആരെയും വിശ്വസിക്കേണ്ട, അതിനപ്പുറത്തേക്ക് ആരെയും ഭയപ്പെടേണ്ട. നിങ്ങൾ അവർ സഖ്യമെന്ന് കരുതുന്നതിനെ, ഈ സഭ സഖ്യമെന്ന് കരുതുന്നതിനെ നിങ്ങൾ സഖ്യമായി കരുതുകയോ, ഈ സഭ ഭയപ്പെടുന്നതിനെ നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യരുത്, പരിഭ്രമിക്കുകയും വരുത്. സൈന്യങ്ങളെ കർത്താവിനെ പരിശുദ്ധനായി കരുതുവിൻ, അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുന്നാണ് വിശുദ്ധ മന്ദിരവും ഇടർച്ചയുടെ ശിലയും ഇസ്രായേലിൻ്റെ ഇരുഭവനങ്ങളുടെയും നിലംപതിപ്പിക്കുന്ന പാറയും. ജെറുസലേം നിവാസികൾക്ക് ഉടുക്കും കെണിയും അവിടുന്ന് തന്നെ. കത്തോലിക്ക സഭയ്ക്കും ഉടുക്കും കെണിയും യേശു ക്രിസ്തു തന്നെ. അനേകർ അതിന്മേൽ തട്ടിവീണ് തകർന്നു പോവുകയും കെണിയിൽ കുരുങ്ങി പിടിക്കപ്പെടുകയും ചെയ്യും. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇതെല്ലാം സംഭവിക്കുന്നത് യേശു ക്രിസ്തുവിൽ തട്ടി, യേശു ക്രിസ്തുവിൻ്റെ കുർബാന എന്ന് പറഞ്ഞു ആ ശില, വിശുദ്ധ കുർബാനയാന്ന ആ പാറയാന്ന ശിലയിൽ മത്രാന്മാർ അച്ഛന്മാരെ തട്ടി കമന്നു വീണ് കയ്യുമൊടിഞ്ഞ് കാലുമൊടിഞ്ഞു, മുഖം മുഴുവൻ മുറിഞ്ഞു, ശരീരം മുഴുവനും അസ്വസ്ഥപ്പെട്ടു. ആ അസ്വസ്ഥതയെ സഭാ സമൂഹത്തെ മുഴുവൻ ബാധിച്ചു. ക്രിസ്ത്യൻ കുടുംബങ്ങളെ ബാധിച്ചു, വിശ്വാസത്തെ ബാധിച്ചു, വിശുദ്ധിയെ ബാധിച്ചു, ജ്ഞാനത്തെ, വിവേകത്തെ ബാധിച്ചു. അങ്ങനെ ആ യേശു ക്രിസ്തുവാകുന്ന ശിലയിൽ, ആ പരിശുദ്ധ കുർബാനയാകുന്ന ശിലയിൽ കത്തോലിക്ക സഭയിലെ എല്ലാവരും തട്ടി വീഴുമ്പോൾ കർത്താവാണ് നിങ്ങൾക്കിതൊരു കുടുക്കും കെണിയുമായിരിക്കും. നിങ്ങൾ പരിശുദ്ധനായ സർവശക്തനായ യേശു ക്രിസ്തുവിൽ അടിയുറയ്ക്കാൻ, യേശു ക്രിസ്തു വിശുദ്ധിയിൽ അടിയുറയ്ക്കാൻ, യേശു ക്രിസ്തു വചനത്തിൽ അടിയുറയ്ക്കാൻ. അല്ലാതെ നിങ്ങൾ മണൽത്തിട്ടകളായി മാറരുത്. നിങ്ങളുടെ മണൽത്തിട്ടയിലെ ഈ വക കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിച്ചോണം, പരിശോധിച്ച് ഉറപ്പുവരുത്തിക്കോണം പ്രിയ സഹോദരരെ. കാരണം യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ് എപ്രകാരമാണെന്നാണ് വിശുദ്ധത്തിൽ എഴുതിയിരിക്കുന്നത്. ഗർഭിണിക്ക് പ്രസവേദന എന്നതുപോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിബദിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ഒരു മൂന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ പ്രിയ സഹോദരരെ അതങ്ങ് പെട്ടെന്ന് തീരും. പെട്ടെന്ന് വിമാന സർവീസ് നിന്നുപോകും. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പം വിമാന സർവീസുകളൊക്കെ പുനരാരംഭിക്കുമെന്ന് കരുതി പോകരുത്. പെട്ടെന്ന് പെട്രോൾ ഡീസൽ അപ്രത്യക്ഷമാവും. 2 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പെട്രോൾ ഡീസലൊക്കെ ഭൂമിയിലേക്ക് വരും, വീണ്ടും പമ്പുകളിലേക്ക് വരുമെന്ന് വിചാരിക്കരുത്. പെട്ടെന്ന് മാർക്കറ്റിൽ അപ്രത്യക്ഷമായി 2 മാസം കഴിഞ്ഞപ്പോൾ പച്ചക്കറി, അരി, സാധനമെല്ലാം വീണ്ടും വരാൻ തുടങ്ങിയെന്ന് വിചാരിക്കരുത്. പ്രിയ സഹോദരരെ, ഇനി ആരംഭിച്ചാൽ അത് അവസാനം. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞത് അവസാനം വരെ യുദ്ധമുണ്ടായിരിക്കും. ദാനിയേൽ പ്രവാചകൻ പറഞ്ഞത് അവസാനം വരെ യുദ്ധമുണ്ടായിരിക്കും. ഏതാണ് ഈ അവസാനം? 2031 യുഗാന്ത്യം. 6 യുഗം പൂർത്തിയായി 7ാം യുഗത്തിലേക്ക് പ്രവേശിക്കണം. 6ാമത്തെ യുഗം പൂർത്തിയാകുമ്പോൾ അതിന് യേശുക്രിസ്തുവിന്റെ ഭാഷയിൽ പറഞ്ഞ യുഗാന്ത്യം വരെ എന്ന് ഞങ്ങളുടെ ഉണ്ടായിരിക്കും. യുഗം അവസാനിക്കുന്നു. 2031 യുഗാന്ത്യമാണ്. പിന്നീട് 45 ദിവസമാണ് പ്രപഞ്ചമുള്ളത്. ആ പ്രപഞ്ചം അഗ്നിക്കിരയാകും. അതോടെ ലോകം എന്ന ഈ ഭൂമി, ഈ പ്രപഞ്ചം എന്ന സത്യം അപ്രത്യക്ഷമാവുകയും ചെയ്യും. പിന്നീട് ഒന്ന് സ്വർഗവും ഒന്ന് പാതാളമായിട്ട് പ്രപഞ്ചം വേർതിരിക്കപ്പെടും. അതെല്ലാം പരമയാഥാർത്ഥ്യമാണെന്ന് ആ സമയത്ത് എനിക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ അപ്പോൾ ഓടിപ്പോയേക്കാം, ഒന്ന് കുമ്പസാരിച്ചേക്കാം, ഒന്ന് പ്രാർത്ഥിച്ചേക്കാം, അത് ഒരു ധ്യാനം കേട്ടേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് എങ്ങോട്ടെങ്കിലും ഓടിയാൽ പ്രിയപ്പെട്ടവരെ നിൽക്കുന്നിടത്ത് നിന്ന് 1 ഇഞ്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവാണ് ഈ ജനം ഭയപ്പെടുന്നതിനെ. ഈ ജനം എന്തിനൊക്കെയാണ് ഭയപ്പെടുന്നത്? അശുദ്ധിയെ, മ്ലേച്ഛതയെ, വൃത്തികേടിനെ, സമ്പത്തിനെ, അതിനൊക്കെ ഭയപ്പെടുക എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെ സംഭരിക്കുവാൻ, അതിനൊക്കെ ശേഖരിക്കുവാൻ വേണ്ടി നമ്മുടെ ജീവനും ജീവിതത്തിനെ പണയപ്പെടുത്തി കൊടുക്കുകയാണ്. അതാണ് ഭയപ്പെടുന്നത്. ഞാൻ IELTS തോറ്റാൽ എന്ത് ചെയ്യും? ഞാൻ ഭയപ്പെടുകയാണ്. സാൻ ജോസ് അക്കാദമിയിലെ മറ്റ് അക്കാദമികളൊക്കെ ഇല്ലാതെയായാലും എന്ത് ചെയ്യും? ഇതിനകത്തൂടെ ആയിരങ്ങൾ കയറിപ്പോകുന്നത്. സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടേ? 30 ലക്ഷം 40 ലക്ഷത്തിനൊക്കെ സർട്ടിഫിക്കറ്റ് കൊടുക്കണ്ടായോ? അങ്ങനെ IELTS പാസ്സായാലും എന്ത് സംഭവിക്കും? OLTS പാസ്സായാലും എന്ത് സംഭവിക്കും? ജർമ്മൻ ഭാഷ പഠിച്ചത് 2 വർഷം എഴുതി പരീക്ഷയിൽ തോറ്റുപോയി, എന്ത് സംഭവിക്കും? എൻ്റെ പൈസ എത്ര പോയി? ഭയപ്പെടുന്ന ഈ ജനം ഭയപ്പെടുന്നു. സമ്പത്തിനെ ഭയപ്പെടുന്നവർ സമ്പത്തിനെ സ്വന്തമാക്കി അതിനെ ഒരുപാട് ശേഖരിക്കുവാൻ തൻ്റെ ജീവനെ, ജീവിതത്തെ, മനസ്സിനെ, ശരീരത്തെ, ആത്മാവിനെ തീരെഴുതി കൊടുക്കുന്നവർ, പണത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോയവർ, അതാണ് ഈ ജനം ഭയപ്പെടുന്നത്. എന്നാൽ സമ്പത്ത് എന്ന് പറയുന്നതിന് നോക്കാതെ തൻ്റെ ജീവനും ജീവിതവും നിലനിർത്താൻ വേണ്ടി അല്പാൽപ്പം ആഹാരത്തിനും അല്പാൽപ്പം വസ്ത്രത്തിനും അത്യാവശ്യങ്ങൾക്ക് മാത്രം അധ്വാനിക്കുകയും അതുകൊണ്ട് നല്ല സുഭിക്ഷമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നവർ സമ്പത്തിനെ ഭയപ്പെടുകയില്ല, സമ്പത്തിനെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്.
എന്നേ അതിനെപ്പോലും മാനിക്കാത്തവർ സമ്പത്തിനെ കീഴടക്കിയവരാണ് എന്ന് പറഞ്ഞാൽ സാത്താനെ കീഴടക്കിയവരാണ്. അവർക്ക് ഈ ലോകത്തൊന്നും നോക്കാനില്ല. അവർക്ക് വീടുണ്ടേലും വീടില്ലേലും, വണ്ടി ഉണ്ടേലും വണ്ടി ഇല്ലേലും, ഒന്നുമില്ലെങ്കിലും, ഒരു സമ്പത്തുമില്ലെങ്കിലും, ആരോഗ്യം കുറഞ്ഞാലും, സമ്പത്ത് ക്ഷയിച്ചാലും, മറ്റുള്ളവർ മുമ്പിൽ കളിയാക്കിയാലും, മറ്റുള്ളവർ മുമ്പിൽ നിന്ദിനാണെങ്കിലും, മറ്റുള്ളവർ മുമ്പിൽ ഒന്നുമില്ലാത്ത ശൂന്യനാണെങ്കിലും അവർക്കൊരു പ്രശ്നമില്ല. അവരാരെ ഭയപ്പെടുന്നു? സർവശക്തനായ ദൈവത്തെ ഭയപ്പെടുവിൻ. അവിടുത്തെ കർത്താവിനെ പരിശുദ്ധനായി കരുതുവിൻ. അവിടുത്തെ ഭയപ്പെടുവിൻ. അവിടുന്നാണ് വിശുദ്ധരുടെ മന്ദിരവും ഇടർച്ചയുടെ ശിലയും ഇസ്രായേലിൻ്റെ ഇരുഭവനങ്ങളുടെയും നിലം പതിപ്പിക്കുന്ന പാറയും ജെറുസലേം നിവാസികൾക്ക് കുടുക്കും കണിയും. അവർ തന്നെ, ജെറുസലേം നിവാസികളല്ല, കത്തോലിക്ക സഭയ്ക്ക് കുടുക്കും കണിയും അവൻ തന്നെ. അനേകർ അതിന്മേൽ തട്ടി വീഴും എന്ന് പറയാം. അനേക ക്രിസ്ത്യാനികൾ തട്ടി വീഴും. അതിൽ വീണ് കെണിയിൽ കുടുങ്ങി നശിക്കുകയും ചെയ്യും, പിടിക്കപ്പെടുകയും ചെയ്യും. അവസാനം പിടിക്കപ്പെടുന്നപ്പോൾ അമേരിക്കയിൽ ചെന്നപ്പോൾ ഇവിടുന്ന് കുറേ കള്ളത്തിലൊക്കെ കാണിച്ച് അമേരിക്കയിൽ നിന്ന് അവിടെ പിടിക്കപ്പെട്ടു. എല്ലാം വളരെ കട്ടാണ് പ്രിയ സുഹൃത്തുക്കളെ. കാനഡയിൽ ചെന്ന് അവരൊക്കെ അവിടെ പിടിക്കപ്പെട്ടു. ഇവിടുന്ന് എങ്ങനെയൊക്കെ കടന്ന ഏജൻറ്റ് പൈസ കൊടുത്ത് അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ പല രീതിയിൽ പിടിക്കപ്പെടും. ലണ്ടനിൽ ചെന്ന് അവിടെ ചെന്ന് പിടിക്കപ്പെട്ടു. IELTS അത് ശരിയായില്ല, ഇത് ശരിയായില്ല, അവിടെ പിടിക്കപ്പെട്ടു. ഒളിച്ച് കിടന്നും പാത്ത് കിടന്നും ഒക്കെ എല്ലട ചെന്ന് കഴിഞ്ഞാൽ പിടിക്കപ്പെടുകയും ചെയ്യും, കെണിയിൽ കുടുങ്ങി പിടിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നാം മണൽത്തിട്ടയിലാണോ നിൽക്കുന്നത്? എൻ്റെ ഹൃദയത്തിലോ ശരീരത്തിലോ എവിടെയെങ്കിലും ഒരു മണൽത്തരയുടെ ആവശ്യമുണ്ടോ? ഏതെങ്കിലും മണൽത്തട്ടയിൽ തട്ടിയാണോ ഞാൻ നിൽക്കുന്നത്? എൻ്റെ ജീവിതത്തെ ബാധിക്കുന്ന ഏതെങ്കിലും മണൽത്തിട്ട ഞാൻ അറിയാതെ വന്നിട്ടുണ്ടോ? ഞാൻ അറിഞ്ഞോ അറിയാതെയോ മണൽത്തിട്ട വന്നിട്ട് ആ മണൽത്തിട്ടയെ എത്രയും പെട്ടെന്ന് എടുത്ത് ദൂരേക്കെറിയാൻ നിനക്ക് ചങ്കൂറ്റും ധൈര്യം എന്നുണ്ടാവുന്നു, നിന്നിൽ നിന്ന് ഈ മണൽത്തിട്ട അപ്രത്യക്ഷമാണ്. അങ്ങനെ നിന്റെ ജീവിതവും എന്നേക്കുമായി രക്ഷ പ്രാപിക്കുന്ന, വിശുദ്ധിയുടെ മകുടമാകുന്ന, വിശുദ്ധിയുടെ ശക്തികേന്ദ്രമാകുന്ന, വിശുദ്ധിയുടെ പ്രബോധനമാകുന്ന ആ പ്രീഷ്യസ്ലി മഹത്വത്തിൻ്റെ ആത്മാവായിട്ട് നീ മാറും. നിനക്ക് ഭയപ്പെടാനില്ല, നിനക്ക് ദുഃഖമില്ല, ദുരിതമില്ല. എന്ത് ലോകത്ത് കുലുങ്ങി വന്നാലും, ഈ ഭൂമി അപ്രത്യക്ഷമായാലും, ഞാൻ കയറി നിൽക്കുന്ന പാറ യേശു ക്രിസ്തുവാകുന്ന പാറയാണ്. ആ പാറ തകരുന്ന പാറയല്ല, അത് ക്രിസ്തുവാകുന്ന പാറയാണ്. ആ പാറയിൽ നിൽക്കുന്ന ഏവനും സംരക്ഷിക്കപ്പെടും. അവൻ തകർന്നു പോകാൻ ആ പാറ സമ്മതിക്കില്ല. ആ ക്രിസ്തുവാകുന്ന പാറ, ആ പാറയിൽ കയറി നിൽക്കുന്നവൻ സുരക്ഷിതനായിരിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഏതെല്ലാം മണൽത്തിട്ടകളിൽ, ഏതെല്ലാം മണൽത്തരികളുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള അവസരം ഇത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിശക്തമായി യേശു ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ നമ്മെ ഓരോരുത്തരും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാട്ടെ. അതിനായി യേശു ക്രിസ്തുവിൻ്റെ തിരുത്തം എന്നെ സകല പാപത്തിനും അശുദ്ധിയും മ്ലേച്ഛതയും രക്ഷിക്കുമാറാട്ടെ. യേശു ക്രിസ്തു തിരുവചനം എന്നെ ജീവനിലേക്ക് നയിക്കുന്ന നിത്യജീവൻ്റെ നീർച്ചാലാക്കി മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം എന്നെ മഹത്വത്തിൻ്റെ ഭൂമിയിലെ ജീവിതത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വിശുദ്ധമായ പക്വമാർന്ന ജീവിതത്തിന് എന്നെ പ്രേരിക്കുമാറാട്ടെ. യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം എന്നെ അവൻ്റെ ഒരു മകളാക്കി മാറ്റുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ജ്ഞാനം എന്നെ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും അതിശയിപ്പിക്കുന്ന ജ്ഞാനമുള്ള വിവേകമാക്കി മാറ്റട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പ്രബോധനം മറ്റേതൊരു വ്യക്തിയേക്കാൾ പക്വതയും സ്നേഹവും നിറഞ്ഞ, വിശുദ്ധിയും പാവനത്വവും നിറഞ്ഞ ഒരു പ്രവൃത്തിയുടെ മേഖലയായിട്ട് ജീവിക്കുന്ന, മാതൃക കാണിച്ചു വയ്ക്കുന്ന വ്യക്തിത്വമായിട്ട് മാറട്ടെ. യേശു ക്രിസ്തു തിരുവചനം എന്നെ ജീവനിലേക്ക് നയിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു തിരുവചനം എന്നെ സംരക്ഷിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വം എന്നെ പരിപൂർണ്ണതയിൽ എത്തിക്കുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സന്തോഷവും എന്നെ നിറയുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ ശക്തി എന്നിൽ ധരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു തിരുവചനം എന്നെ സകലവിധ അശുദ്ധിയും മ്ലേച്ഛതയും സംരക്ഷിച്ച് നിത്യമഹത്വത്തിലേക്ക് കൊണ്ടുവന്നൊരു ഉപാധിയാക്കി മാറട്ടെ. യേശു ക്രിസ്തുവിൻ്റെ തിരുവചനം അനുസരിച്ചുള്ള ജീവിതം എന്നെ മണൽത്തിട്ടിൽ നിന്ന് പിൻവലിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു തിരുവചനം എന്നെ ശക്തിയും ധീരതയും മഹത്വത്തിൻ്റെ ആത്മാവുമാക്കി മാറ്റി നിത്യജീവൻ ഒരുക്കപ്പെട്ട ഭൂമിയിൽ ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനാക്കി മാറ്റി എടുത്തുയർത്തുമാറാകട്ടെ. ആമേൻ. അതിനെ നമുക്ക് ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിലേക്ക് കടന്നു വരാം. ആമേൻ.